എന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇത് പുറത്ത് പോണതിൻ്റെ സന്തോഷത്തിൽ ജിനോക്കുട്ടി ഡാൻസ് കളി തുടങ്ങി കേട്ടോ. ഏട്ടന് ഒഴിവുള്ളപ്പോഴാണ് ഞങ്ങൾ 3 പേരും കൂടി പുറത്ത് പോവാറ്. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പുള്ളി പോവാണ്. ഗേറ്റ് അടച്ചില്ലെങ്കിൽ നമ്മുടെ കോഴികള് ഇങ്ങോട്ട് കയറും. അപ്പൊ നമ്മൾ ഈ ഗേറ്റ് തുറക്കണം, ആ ഗേറ്റ് തുറക്കണം. വേണ്ട, കോഴികൾ അയച്ചിട്ടിട്ടുണ്ട് അച്ഛൻ. വൈകുന്നേരം ആകുമ്പോ അവർ അയച്ചത്. മഴ പെയ്യുന്നു തോന്നണോ? ഇറങ്ങിയതല്ലേ, പോയിട്ട് വരാം. ഞങ്ങൾ ആദ്യം കാറിന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ കാറ് ചെറിയൊരു പണി തന്നു. പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ പിന്നെ ജിനോക്കുട്ടിക്ക് ഭയങ്കര സങ്കടമാവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. ദൈവം സഹായിച്ച് മഴ പെയ്തില്ല കേട്ടോ. ഈ പുള്ള് നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. കാരണം നിറയെ കോൾപ്പാടങ്ങളും വയലുകളും തണ്ണീർത്തടങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞേക്കാണ്. അവിടെ ഒരുപാട് ദേശാടന കിളികളും ഉണ്ട് കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് ഐസ്ക്രീമാണ്. നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഒരു ട്രിനിറ്റി, ഒരു ബ്ലൂബെറി. ഞാൻ ട്രിനിറ്റിയാണ് എടുത്തത്. 3 നിലേൻ്റെ. ജിനോക്കുട്ടിക്ക് സൺഡേ മതി എന്ന് പറഞ്ഞു. അതാകുമ്പോൾ അവനെ കോരി കുടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ജിനോക്കുട്ടിയുടെ ഐസ്ക്രീമും വന്നു. ഞങ്ങൾ എന്നിട്ട് അതൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ കാറ്റൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ കാര്യം. എല്ലാവരും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല പുറത്തേക്ക് ഇറങ്ങുന്നു. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പണ്ട് എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് മാറി. ഒരു ഒഴിവ് നേരം കിട്ടി എല്ലാവരും പുറത്തേക്കൊക്കെ വരും. ഇവിടെ പുള്ളിലാണെങ്കിൽ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. കാരണം ഒരുപാട് ഫിലിമും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ ജനിച്ച് വളർന്നൊരു സ്ഥലവും കൂടിയാണ്. കാരണം അത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണത്. അത് കഴിഞ്ഞ് ഇതേ ഒരാൾ കൊട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ട് എൻ്റെ കൈയും പിടിച്ചിട്ട് ഓടാണ്. ആദ്യമായിട്ടാണ് ജിനോക്കുട്ടി ഇങ്ങനെ വഞ്ചിയിലോ വള്ളത്തിലൊക്കെ പോകാൻ പോണത്. ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറേ വള്ളത്തിൽ കയറിയിട്ടുണ്ട്, കടത്തൊക്കെ ആയിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പം അതൊക്കെ മാറിയല്ലോ. അപ്പോൾ പക്ഷെ കൊട്ടവഞ്ചിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഏട്ടൻ എന്തോ ഹൊക്കനൊക്കെ പോയപ്പോൾ ഏട്ടൻ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞ ഏട്ടൻ എന്തേ ഈ തിബൊക്കെ വലിച്ച് പൂട്ടിയിടുന്നുണ്ട്. അതൊന്നും വേണ്ട കേട്ടോ, പൂട്ടിയാ മതി. എന്താന്ന് ഇവിടെ കൊട്ടവഞ്ചിയിൽ 4 പേര് കയറിയാലും 3 പേര് കയറിയാലും, അതായത് ഒരു പ്രാവശ്യം കൊട്ടവഞ്ചി പോണേന് 200 രൂപയാണ്. 4 പേർക്ക് വരെയും കയറാം. പിന്നെ പെഡൽ ബോട്ട് ഉണ്ട്. ജിനോക്കുട്ടിക്ക് പെഡൽ ബോട്ടിൽ കയറാനായിരുന്നു ഇഷ്ടം. പക്ഷെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അവനൊറ്റക്ക് ബാക്കിലിരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ പെഡൽ ബോട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് ഉള്ളവരെ ബാക്കിലിരുന്ന ഫ്രണ്ടിലിരിക്കണവർ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. ഞങ്ങളുടെ കൊട്ടവഞ്ചി വന്ന് ഞങ്ങൾ ഇതിലാണ് പോകണം. അപ്പോൾ എവിടെയൊക്കെ ഇരിക്കണം എന്ന് ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ചെരുപ്പ് കൂരിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ മഴ വെള്ളം ചെളിയൊക്കെയാണ്. ഞങ്ങൾ കയറി. ജിനോക്കുട്ടി ഫസ്റ്റ് ടൈം കയറുന്നതിൻ്റെ ഒരു സന്തോഷം ആ മുഖത്തുണ്ട്. ഭയങ്കര ഹാപ്പി ആവാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിള്ളേരെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഒരു നേരം പുറത്ത് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർക്ക് സന്തോഷമാവും എന്തായാലും. ജിനോക്കുട്ടിക്ക് ഇതേ വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ അടുത്തേക്ക് ഇരുത്തി. അതാകുമ്പോൾ അവന് താന്നിരിക്കുന്ന കാരണം കയ്യൊക്കെ ഇട്ട് വെള്ളത്തിൽ കളിക്കാൻ പറ്റും. എന്നിട്ട് ഈ വെള്ളത്തിൽ കൂടി പോണ കോലും കമ്പും ഒക്കെ എടുക്കുമായിരുന്നു. രസണ്ടാ? നോക്കട്ടെ, രസണ്ടാ? ഒരു വടി കിട്ടിയ സന്തോഷത്തിലാണ് ആള്. അപ്പം എല്ലാവരും ഇങ്ങനെ കുറച്ച് ദൂരം ഈ ചേട്ടന്മാർ തുഴഞ്ഞുകൊണ്ട് പോവും. അവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ചൊരു കറക്ക് കറക്കും. അത് കഴിഞ്ഞ് തിരിച്ചു പോരും. എന്താ പറയാ എനിക്ക് സ്വപ്നത്തിലല്ലേ നീതിട്ടുള്ള അല്ലടാ ജിനോ? സ്വപ്നത്തിലല്ലേ? നന്നായി നീന്തില്ലേ സ്വപ്നത്തില്? ഈ ഹൊക്കനക്കലിലാണ് അത്ര ഈ പരിപാടി ഉള്ളത്. ഇങ്ങനെ കൊട്ടവഞ്ചി പോണതും കറക്കണതൊക്കെ. വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂ കേട്ടോ. കറക്കിയപ്പോൾ തന്നെ ഏട്ടൻ്റെ തലകറങ്ങി പോയി. അതാണ് ഏട്ടൻ അയ്യോന്ന് പറഞ്ഞ് കിടന്നേ അവിടെ. എനിക്ക് ആദ്യമൊന്നും ബുദ്ധിമുട്ട് തോന്നിയില്ല, അവസാനമായപ്പോഴാണ്. എന്നാലും എനിക്ക് അത്ര കുഴപ്പമുണ്ടായില്ല. ഏറ്റവും രസം ജിനോന്റെ കാര്യമാണ്. അവനിത് അറിഞ്ഞിട്ടേ ഇല്ല. ആള് കളിയുടെ ഇതിൽ കറക്കണമൊന്നും ആളറിഞ്ഞില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ആ ചേട്ടനോട് ചോദിക്കായിരുന്നു ചേട്ടന് തലകറങ്ങൂലെന്നൊക്കെ. അപ്പോൾ ചേട്ടൻ പറയണം ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പം അത് ശീലമായി എന്നൊക്കെ.
ഇപ്പം മഴ പെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ലോണം വെള്ളമുണ്ട്, നല്ലോണം ഒഴുക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുമുണ്ട്. ഞാൻ അവനെ നന്നായിട്ടൊരു കൈ കൊണ്ട് പിടിക്കുന്നുമുണ്ട് അടക്ക്. അപ്പോൾ ആ കൈ പിടിച്ച് കയറ്റുന്ന ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചേട്ടൻ്റെ അളിയനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എവിടെന്നോ ഒരു വഞ്ചി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇവർ വഞ്ചി കൊണ്ടുപോയല്ലോ, അവിടെ കിടപ്പായി. അപ്പോൾ ഈ ആൾക്കാർ വരുന്നവരൊക്കെ ചോദിച്ചു തുടങ്ങി, പോകുമോ, വഞ്ചിയിൽ കയറാൻ പറ്റുമോ? അങ്ങനെ അവർക്കൊരു ഐഡിയ പോലെ തോന്നി. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് പറയുന്ന പോലെ അവരുടെ ടൈം അതായിരുന്നു. ഇപ്പോൾ ഒരു ഉഗ്രൻ ബിസിനസ് പോലെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അത് ഞങ്ങൾ അവിടുന്ന് ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി. ഇഷ്ടമായിനോ? നോക്കട്ടെ, ഇഷ്ടമായി നോക്കി. എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞങ്ങൾക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തട്ടുകടയിലേക്ക് പോയി. അവിടെ ഒരുപാട് തട്ടുകട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിയും ചേട്ടനും കൊത്തു പൊറോട്ടയ്ക്കും കപ്പക്കും വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കുട്ടി അവർ ഈ കൊത്തു പൊറോട്ട കൊത്തുന്നാണ്ടപ്പോൾ പറയണ രണ്ടുപേരും കൂടി ഭയങ്കര കൊട്ടലാണല്ലോ എന്ന്. ഞങ്ങളപ്പോൾ കപ്പയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. അവിടെ വേറെ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. കപ്പയും ബീഫും, കപ്പയും ഇറച്ചിയും മുട്ടയും കക്കയും ഓംലേറ്റും ഒക്കെ ഉണ്ട്. പിന്നെ അവിടേക്ക് ഐസ്ക്രീം മതിയായിട്ട് വേസ്റ്റ് കൊണ്ടിടാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇട്ടിട്ട് വന്നേക്കാണ്. തുടക്കാൻ തോണിയൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പം ഞാനങ്ങ് ഷോളിൽ തുടച്ചോളാൻ പറഞ്ഞു. ഇത് ഞങ്ങളുടെ ചൂടുള്ള സാധനം വന്നിട്ടുണ്ട്. നല്ല ചൂടൊക്കെ ഉണ്ട്, നല്ല ഫ്രഷാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. കൊള്ളാം കേട്ടോ, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എന്ത് കാര്യമുണ്ട്, ഇഷ്ടമായി. ഞങ്ങൾ രണ്ടുപേരും കൂടി വേഗം വേഗം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കക്കയും കൊള്ളിയും കഴിച്ചാലോ എന്ന് കരുതി ഞങ്ങൾ അത് പറഞ്ഞു കേട്ടോ. നിക്കോ ഇവിടുന്നോ കൊത്തു പൊറോട്ട നിനക്ക് പിന്നെ പുറത്തെ ഫുഡൊന്നും വേണ്ട കേട്ടോ, ഒന്നും കഴിക്കില്ല അങ്ങനെയൊന്നും. അപ്പോൾ അവിടുത്തെ കടയിലെ അപ്പാപ്പനും അമ്മാമ്മയും മോനും ഇവിടെ നിന്നോന്ന് പറഞ്ഞിട്ട് അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഫോട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഡാൻസ് കളിക്കാൻ നോക്കും അവൻ. അപ്പോഴേക്കും അവൻ ഈ കോൺ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ കോൺ വേണമെന്ന് പറഞ്ഞു. അവൻ ഐസ്ക്രീം വേണ്ട, അതിൻ്റെ കോൺ മാത്രം മതി. എന്നിട്ട് ഞാൻ വേഗം ഐസ്ക്രീം കഴിച്ചു, കോൺ അവനെ കൊടുത്തു. എന്നിട്ട് അവസാനമുള്ള ഐസ്ക്രീം ഞാൻ വായിലിട്ടിട്ട് കൂടുതലായി പോയിട്ട് തണുത്തിട്ട്, അയ്യോ നമ്മൾ പെട്ടെന്ന് അങ്ങ് തണുത്തിട്ടൊരു ബുദ്ധിമുട്ട് വരില്ലേ. ഞങ്ങളുടെ കക്കയും കുള്ളിയും ചേച്ചി റെഡിയാക്കി തന്നു കേട്ടോ. എനിക്ക് പക്ഷേ കപ്പയും ബീഫുമാണ് കൂടുതൽ ഇഷ്ടമായത്. കക്ക ഫ്രഷാണ്, നല്ലതാണ്, ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഈ കക്കയും കുള്ളിയും അത്ര കപ്പയും ബീഫിനും ഒന്നും രസം കിട്ടുന്നില്ല. എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചു. ഇനി വീട്ടിൽ പോകാൻ പോകണം. അപ്പോൾ പോകുമ്പോൾ അവന് വീണ്ടും ഐസ്ക്രീമിൻ്റെ കോല് വേണം, ഐസ്ക്രീം വേണ്ട കോല് വേണമെന്ന് പറഞ്ഞു. ഇതേ ഞങ്ങൾക്ക് കോല് കിട്ടി. ആ ചേട്ടൻ അവന് ഫ്രീ ആയിട്ടൊരു കോല് കൊടുത്തു. ഹാപ്പിയായി. ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഞങ്ങളൊരു കുട്ടി വ്ളോഗായിരുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു ഫാമിലി പോലെ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.